ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് എസ് കെ. ഓക്കെ, ജെയിംസ്, ഇപ്പം ഒരു ദുബായിലൊരു ബിസിനസ്സുകാരൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അദ്ദേഹം ബിസിനസ്സൊക്കെ തകർന്നു പോയി, ഒരുപാട് കേസായി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഭക്ഷണത്തിനും താമസത്തിനൊന്നും ഒരു മാർഗ്ഗമില്ലാതെ ദുബായിലെ ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. എറണാകുളത്തുകാരൻ ഒരു ഗോഡ്വിനാണ് ഇങ്ങനെ താമസിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ഈ അടുത്തിടയ്ക്കൊന്ന് വീണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി. അപ്പോൾ ആ പരിക്കൊക്കെ തന്നെ പഴുത്ത് ശരീരത്തിലെ മുറിവുകൾ തന്നെ അത് താങ്ങാൻ പറ്റുന്നത്. ഇപ്പോൾ ടെറസിലാണ് താമസം. ആരും നോക്കാൻ വളരെ സങ്കടകരമായിട്ടൊരു വാർത്തയാണ്. കാരണം ബിസിനസ് തകർന്ന് ആരും സഹായിക്കാനില്ലാതെ ഒരാൾ കഴിയുക, എനിക്ക് തോന്നുന്ന ഒരു വലിയ സജീവമായ ശ്രദ്ധ വേണ്ട ഒരു വാർത്തയാണ്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് നോക്കാം. ദുബായ് കറാമയിലെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ പുറത്തുള്ള 50 ഡിഗ്രിയോളം വരുന്ന ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഒരു മലയാളി നരകയാതന അനുഭവിക്കുകയാണ്. എറണാകുളം സ്വദേശി ഗോഡ്വിൻ. ആദ്യം കൊറോണ മഹാമാരിയാണ് ഗോഡ്വിന് വില്ലനായി എത്തിയത്. പിന്നീട് സുഹൃത്തിന്റെ ചതിയിൽപ്പെട്ട് ബിസിനസ് തകർന്നു. വാടക നൽകാനാകാത്തതിനാൽ കേസുകൾ നിരവധി. ട്രാവൽ ബാനും ഇപ്പോൾ നിലവിലുണ്ട്. ടോട്ടൽ ഇവിടെ UAE 17 വർഷമായി. അപ്പോൾ ആദ്യം ജോബിലായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു ചെറിയൊരു മൈഗ്രേഷൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് ബിസിനസ്സെല്ലാം പൊളിഞ്ഞു. ഒരാൾ എണ്ണുന്നവർ ചതിച്ചു. ഏജൻറ്റുമാർ പൈസയും കൊണ്ടുപോയി, അങ്ങനെ ചതിപ്പെട്ടു. പിന്നെ ഓഫീസ് എല്ലാം ബ്ലോക്കായി പോയി. പിന്നെ എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയി. താമസിക്കാൻ ഇടമില്ലാതെ പാർക്കുകളിലും മറ്റും അന്തിയുറങ്ങിയും പലരും നൽകുന്ന ഭക്ഷണം കഴിച്ചുമായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിരുന്നത്. അതിനിടെ സംഭവിച്ച വീഴ്ചയിലെ പരിക്ക് ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. ചെറിയൊരു ഇതുപോലെ ഷിവറിങ് പോലെ വന്നു. ഞാനങ്ങനെ നിലത്തേക്ക് വീണതാണ് സ്റ്റെപ്പുമേന്ന്. പക്ഷേ ഇവിടെ ബാക്ക് വശം ഫുള്ള് ഡാമേജായി, കൈ ഡാമേജായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഹോസ്പിറ്റലിൽ പോകാനും ഒരവസ്ഥയിലല്ല. കാരണം വെച്ചാൽ ജോബില്ലാത്തതിൻ്റെ പേരിൽ, വിസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഹോസ്പിറ്റലിൽ പോയതാണ് അവർ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് മാത്രം ചെയ്തിട്ട് അവർ ഒഴിവാക്കി വിട്ടു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാനുള്ള അവസ്ഥയിലല്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാനുള്ളൊരു സിറ്റുവേഷനും ഇല്ല. ആരെങ്കിലുമൊക്കെ അങ്ങനെ മേളിൽ കൊണ്ടെത്തിക്കും, അങ്ങനെ കഴിക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ പോകാനോ ചികിത്സിക്കാനോ പണമില്ലാത്തത് കാരണം പരിക്കുകൾ ഇപ്പോൾ വ്രണമായ അവസ്ഥയിലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കെട്ടിടത്തിന്റെ മുകളിലാണ് ഗോഡ്വിന്റെ താമസം. കയ്യിലും പുറംഭാഗത്തുമുള്ള മുറിവ് കാരണം ഒന്നുറങ്ങാൻ പോലും ആകാതെ, ഭക്ഷണം പോലും കഴിക്കാതെ ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് ഈ മനുഷ്യൻ. നല്ല മറ്റേ പുഴു വരിക്കുന്ന രീതിയിലായിരിക്കും. കൈയെല്ലാം പൊളിഞ്ഞിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ പോയി ഫുഡ് എന്തെങ്കിലും കൊടുക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഈ കൂടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എങ്ങനെയും നാട്ടിൽ പോയാൽ മതി എന്നുള്ള സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ആൾക്കാരൊന്ന് ഹെൽപ്പ് ചെയ്ത്, ഇപ്പോൾ ഫസ്റ്റ് അവനൊരു മെഡിറ്റേഷൻ വേണം. എങ്ങനെയാലും ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ആ വൗണ്ട് ഒന്ന് ക്ലിയർ ആക്കി അവനെ എങ്ങനെയാണ് നാട്ടിൽ കയറ്റി വിടാൻ പറ്റുമെങ്കിൽ ഇത് വളരെ ഉപകാരമായിരുന്നു. കാരണം നമ്മളെ ഡെയിലി കാണുന്നത് ഒരാളുടെ അവസ്ഥയിൽ ഇത്രയും ചൂടിൽ ഇങ്ങനെ വെളിയെ കിടക്കുന്ന ടെറസിൽ കിടക്കുമെന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഓരോ നിമിഷവും വേദന തിന്ന് ജീവിക്കുകയാണ് ഗോഡ്വിൻ. സുമനസ്സുകളുടെ സഹായമാണ് ഈ പ്രവാസി ആവശ്യപ്പെടുന്നത്. എങ്ങനെയെങ്കിലും
നാട്ടിലെത്തിയാൽ മതിയെന്ന് മാത്രമാണ് ഗോഡ്വിന് പറയാനുള്ളത്. ദുബായിൽ നിന്നും ശരത്